ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വൺ ഡേ വൺ കളരി വർക്ക്ഷോപ്പിലേക്കുള്ള ഇന്നത്തെ പ്രൊഡക്റ്റ് എല്ലാ ദിവസവും ഡെയിലി നമ്മൾ അവതരിപ്പിച്ചിരുന്ന വൺ ഡേ വൺ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഇന്നത്തെ പ്രൊഡക്റ്റ് ആയുഷ്വാസ് എന്നൊരു പ്രൊഡക്റ്റാണ്. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരുപാട് ആളുകളിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ബാധിക്കുന്നുണ്ട്. ഇന്ന് തന്നെ 3 ലക്ഷത്തിലധികം ആളുകൾക്കാണ് ലോകാരോഗ്യ സംഘടനയുടെ പഠനപ്രകാരം, ഒരു കണക്ക് പ്രകാരം പറയുന്നത് 3 ലക്ഷത്തിലധികം ആളുകളിലാണ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാവുന്നതാണ്, പ്രമേഹം മുതൽ ക്യാൻസർ വരെ ഒരു ജീവിതശൈലി രോഗമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നത് നമുക്ക് അതിനു വേണ്ടിയിട്ടെല്ലാം പരിഹാരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ഏറ്റവും നല്ലൊരു സൂപ്പർ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ആയുഷ്വാസ് എന്നൊരു പ്രൊഡക്റ്റ്. അപ്പം ആയുഷ്വാസ് എന്ന ആവലേഹ്യമാണ്. അത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരാതിരിക്കാനാണ് നമ്മൾ ആയുഷ്വാസ് എന്നൊരു പ്രൊഡക്റ്റ് കഴിക്കുന്നത് തന്നെ. അന്തരീക്ഷത്തിൽ കലരുന്ന ദുഷിച്ച വായുവൊക്കെ നമുക്ക് ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളാണ് ഉണ്ടാകുന്നത് തന്നെ. അപ്പം ഇന്ന് നമ്മുടെ പണ്ടത്തെ ആൾക്കാരുടെയൊക്കെ ആയുർദൈർഘ്യം വെച്ച് നോക്കുകയാണെങ്കിൽ 90-നും 100-നും മുകളിലൊക്കെയാണ് ജീവിച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികൾക്ക് പോലുമാണ് പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചു വരുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ എന്താണ്, വാതം, പിത്തം, കഫം എന്നിങ്ങനെയുള്ള തുല്യ അളവിൽ നമ്മുടെ ശരീരത്തിൽ അവയെല്ലാം തുല്യ അളവിലാണ് നിൽക്കേണ്ടത്. വാദവും പിത്തവും കഫവും ഒക്കെ തുല്യ അളവിൽ നിൽക്കണം. അതെന്ന് വെച്ചാൽ നമ്മുടെ ആയുർവേദത്തിൽ തന്നെ 3 തരത്തിലാണ് രോഗങ്ങളെയൊക്കെ നമുക്ക് തിരിച്ചിരിക്കുന്നത്. നിജം, ശരീരത്തിന്റെ അകത്തുള്ളത്; ആഗന്തു, പുറമേയുള്ള രോഗങ്ങൾ; മാനസികം, നമുക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഇങ്ങനെ 3 തരത്തിൽ രോഗങ്ങളെയാണ്, നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങളെയൊക്കെ തരം തിരിച്ചിരിക്കുന്നത് തന്നെ. അപ്പം അതായത് നമ്മുടെ ആയുഷ്വാസ് എന്നൊരു പ്രൊഡക്റ്റ് ആയുർവേദത്തിന്റെ ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണ്. അപ്പം ആയുർവേദത്തിന്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന വാദം, പിത്തം, കഫം ആണ്. വാതപിത്ത കഫങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പല തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അപ്പം നമ്മുടെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് 6 സൂചനകൾ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഒന്ന്, നെഞ്ചുവേദന ഉണ്ടായി തുടങ്ങും. പിന്നെ സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. നമ്മളിപ്പോൾ മറ്റൊരാളോട് സംസാരിക്കുന്നതാണെങ്കിൽ അപ്പോൾ അതിലൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പം നമുക്ക് നമ്മുടെ ശ്വാസം വല്ലാതെ ചുരുങ്ങി പോകുന്നതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും വല്ലാതെ നമുക്ക് നമ്മൾ ചുമയ്ക്കുമ്പം തുമ്മിക്കഴിയുമ്പോൾ നമുക്ക് വേറൊരാളോട് സംസാരിക്കുന്ന ഒരു സൗണ്ടിൻ്റെ തന്നെ ഒരു അടപ്പ് തോന്നൂല നമുക്ക്. അതായത് ഒരു അടഞ്ഞ രീതിയിലുള്ള ഒരു സംസാരം. അപ്പം നമുക്ക് ശ്വാസം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം വരും. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് വരും. പിന്നെ ഗുരുതരമായ ചുമ, എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പ്രായമുള്ള ആൾക്കാരിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ചുമയ്ക്കുമ്പോൾ പറയും വില്ലൻ ചുമയാണെന്നുള്ളത്. അതേപോലുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നതാണ്. ഇങ്ങനെ എപ്പോഴും ചുമച്ച് കഫം പുറത്തു പോകുന്ന സമയം ഇത് വരുന്നുണ്ട്. പിന്നെ ശ്വാസതടസ്സം ഉണ്ടാകുന്നത്, ഇടയ്ക്കിടയ്ക്ക് ശ്വാസതടസ്സം. അതായത് നമ്മുടെ ലങ്സ് അധികം തീരെ നമുക്ക് ചുരുങ്ങി വരുമ്പോൾ ഉള്ളൊരവസ്ഥയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ ശ്വാസതടസ്സം ഉണ്ടാകുന്നു. വിട്ടുമാറാത്ത ജലദോഷം, ഏത് സമയം അടിക്കടി നമുക്ക് ജലദോഷമായിരിക്കും, ഒരിക്കലും വിട്ടുമാറാത്ത. 1, 2 ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ജലദോഷം ഇല്ലെങ്കിൽ അടുത്ത ദിവസം പിന്നെ ജലദോഷമായിരിക്കും. അപ്പോൾ അങ്ങനെ വിട്ടുമാറാത്ത ജലദോഷം വരുന്നു. പിന്നെ കഫത്തിൽ രക്തം, നമ്മളെപ്പോഴും കഫം തുപ്പിയിരിക്കുന്നു. ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കട്ടിയായിട്ടുള്ള കഫം പോകും, ചിലപ്പോൾ അല്ലാതെ നമുക്ക് അതായത് ഒരു വെള്ളം പോലുള്ള രീതി കഫം പോകും. അപ്പോൾ ഇങ്ങനെ കഫത്തിൽ ഒരുപാട് നമ്മൾ ചുമച്ചും ശ്വാസം മുട്ടലും ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കഫത്തിലുള്ള നിറവ്യത്യാസം വരും. അതായത് രക്ത കളറിലുള്ള കഫം പുറമേ പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള 6 സൂചനകളാണ് നമുക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കാണിച്ചു കൊടുക്കുന്നത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് അന്തരീക്ഷ മലിനീകരണമൊക്കെ അന്തരീക്ഷ മലിനീകരണം, കൃത്യതയില്ലാത്ത ജീവിതശൈലിയൊക്കെയാണ് നമുക്കിങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പം ഇതിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്ന് അലർജി. അപ്പം ഇതിനുള്ള കാരണം നമുക്ക് ചിലർക്കെല്ലാം മുറിക്കുള്ളിലായാലും വീട്ടിലൊക്കെ ആയാലും നമുക്ക് പൊടികളൊക്കെ തട്ടി ഒന്ന് തൂക്കുന്ന സമയത്തൊക്കെ ആയാലും നമുക്ക് പൊടികളൊക്കെ പെട്ടെന്ന് ചുമ വരും, തുമ്മൽ വരും ചിലർക്ക്. അതൊക്കെ ഒരു ശ്വാസകോശ സംബന്ധ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ അലർജിയാണ്, തുമ്മൽ അലർജിയാണ്. അവർ പറയും നമുക്കൊന്ന് വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ പൊടി തട്ടിയാൽ നമുക്ക് തുമ്മൽ വരുന്നുണ്ട്. അതൊക്കെ അലർജി സംബന്ധമായ പ്രശ്നങ്ങളാണ്.
അപ്പം അലർജി ഉണ്ടാകും. പിന്നെ ലങ്സ് വീക്കാന്ന്. അപ്പം നമ്മുടെ ലങ്സിന്റെ ഫങ്ഷൻ എന്താണ്, വീക്കായിട്ട് നടക്കാൻ തുടങ്ങും. പിന്നെ ജനറ്റിക് റീസൺ ആണ്. അതായത് നമുക്ക് തലമുറയ്ക്കുള്ള രോഗങ്ങൾ, തലമുറയ്ക്കുള്ള സമയത്ത് നമ്മുടെ തലമുറയിട്ട് ആസ്മ പോലുള്ള രോഗങ്ങൾ അത് നമുക്ക് തലമുറയ്ക്ക് ഉണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് ജനറ്റിക് ആയിട്ടുള്ള ഒരു ഇതായിട്ട് നമ്മളിലേക്കും ബാധിക്കുന്നു. പിന്നെന്താണ് സൈഡ് എഫക്റ്റ് ആയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ചിലർ ഈ ആസ്മ ഉള്ള രോഗം ഇൻഹീലർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് ആയിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടാബ്ലറ്റുകളൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് മൂലം, അതായത് നമ്മൾ മറ്റു രോഗങ്ങൾക്ക് വേണ്ടി കഴിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ അതെല്ലാം ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളാണ് നമുക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ശ്വാസകോശ ലങ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് പുകവലിക്കുന്നതിന്റെ പ്രശ്നം എല്ലാം, പുകവലിക്കുന്നതും സ്മോക്കിങ്ങും ആൽക്കഹോളും എല്ലാം മൊത്തത്തിൽ നമുക്ക് എന്താണ്, നമ്മുടെ ശ്വാസകോശത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ആയുശ്വാസ് എന്നൊരു പ്രൊഡക്റ്റ്. ആയുശ്വാസിൽ ഒരുപാട് കണ്ടന്റ് ആണ് ആ ഒരു പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഒന്നാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെന്മണി ഭാഗയാണ്. നെന്മണി ഭാഗ എന്ന് വെച്ചാൽ ശ്വാസകോശത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ അലർജിക്കെതിരെ പ്രവർത്തിക്കുന്നതിനുമാണ് നമ്മുടെ നെന്മണി ഭാഗ്യം ഉള്ളത്. പിന്നെ ഉള്ളത് ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി എന്ന് വെച്ചാൽ അമിനോ ആസിഡ് റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് നമ്മുടെ ഉണക്കമുന്തിരി. പിന്നെ ഊർജ്ജ ഉൽപാദനത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നത്, നമ്മുടെ ശരീരത്തിൽ ഊർജ്ജത്തെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഓക്സിജനൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിജൻ എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഉണക്കമുന്തിരി എന്നുള്ളത്. പിന്നെ ഉള്ളത് ഖണ്ഡകാരി ചുണ്ട. അതുപോലെ ചുരുങ്ങി വന്ന ലങ്സിനെ വികസിപ്പിക്കുന്നു. നമുക്ക് ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നം വരുമ്പോഴാണ് ലങ്സ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ലങ്സിന്റെ ഫങ്ഷൻ നേരെയാക്കാൻ വേണ്ടി, അപ്പോൾ ആ ലങ്സിനെ എന്താണ് വികസിപ്പിക്കാൻ വേണ്ടി, ചുരുങ്ങുന്നതിനെ വികസിപ്പിക്കാൻ വേണ്ടി വികസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അതായത് അതിനുവേണ്ടി ഖണ്ഡകാരി ചുണ്ട. അതുപോലെ തന്നെ ആടലോടകം. അതായത് ആടലോടകം എന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന കുത്തിയുള്ള ചുമ, സാധാരണ എല്ലാവർക്കും നമുക്കറിയാവുന്നതാണ്. ഒന്ന് ജലദോഷം എല്ലാം വന്നു കഴിയുന്ന സമയത്ത് നമുക്ക് കുറേ കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത്, കാരണം നമ്മൾ കോവിഡ് സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, നമുക്ക് ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ ചുമ നമുക്ക് നിൽക്കൂല. ജലദോഷം കഴിഞ്ഞാലും നമുക്ക് ചുമ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരാഴ്ച, ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ചുമയുണ്ട്. അതൊരു പ്രത്യേക രീതിയിലായിരിക്കും നമുക്ക് കുത്തിയുള്ളൊരു ചുമ വരുന്നത്. അപ്പോൾ കുത്തിയുള്ള ചുമയും അതിന് കഫത്തെയൊക്കെ, ആ ചുമയ്ക്ക് തന്നെ കഫത്തെ പുറന്തള്ളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആടലോടകം എന്ന ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഇരട്ടി മധുരം. ഇരട്ടി മധുരം എന്താണ്, നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആക്കുന്നതാണ്. അതായത് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ തരുന്നു. പിന്നെ നമ്മുടെ കഫത്തെയൊക്കെ പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇരട്ടി മധുരം. പിന്നെ വരമഞ്ഞൾ എന്ന് വെച്ചാൽ ആന്റി ബാക്ടീരിയയുടെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് വരമഞ്ഞൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ കഫം നിറയുമ്പോൾ നമുക്ക് ഒരുപാട് ബാക്ടീരിയകളൊക്കെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ലങ്സിനകത്തൊക്കെ കഫം നിറയുമ്പോൾ ഒരുപാട് ബാക്ടീരിയകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ബാക്ടീരിയകളെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരമഞ്ഞൾ ഉപയോഗിക്കുന്നത്. പിന്നെ ജസമാഞ്ചി, അതായത് നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനെ, അത് മനസ്സിനെ ശാന്തമാക്കാനും നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നടത്തുവാൻ വേണ്ടിയിട്ടാണ് ജസമാഞ്ചി ഉപയോഗിക്കുന്നത്. പിന്നുള്ളത് ത്രികടു നമുക്കറിയാവുന്നതാണ്. 3 കൂട്ടാണ്: ചുക്ക്, കുരുമുളകും ത്രിഫലി. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളെല്ലാം ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് ത്രികടു എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതെന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ ദഹനം കൃത്യമാക്കുന്നു, നമ്മുടെ ദഹനത്തെ കൃത്യമാക്കാൻ വേണ്ടിയിട്ട്. പിന്നുള്ളത് തേനാണ്. തേൻ നമുക്കറിയാം, നമ്മുടെ പൊട്ടൻഷ്യനെ കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് തേൻ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ശർക്കര, ഊർജ്ജ ഉൽപാദനത്തിന് വേണ്ടിയാണ് ശർക്കര യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എങ്ങനെ ഇത് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അലിയിച്ച് കഴിക്കണമെന്നാണ്. കാരണം നമുക്ക് ചിലർക്ക് നമുക്ക് രാവിലെ ഭക്ഷണം കഴിക്കുക, ആഹാരത്തിന് മുമ്പ് നമുക്ക് ഈ ചുക്ക് കാപ്പിയൊക്കെ കുടിക്കുന്നത് പോലെ ചൂടായിട്ട് നമ്മൾ ഇതാക്കി ഇളം ചൂടുവെള്ളത്തിനകത്ത് നന്നായിട്ട് കലക്കിയിട്ട് നമുക്ക് അതായത് നമുക്ക് കുറച്ച് ചെറുതായിട്ട് നമ്മുടെ വായിലൊന്ന്, നമുക്ക് തൊണ്ടയിലൊക്കെ ഒന്ന് പറ്റിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് കുടിച്ചാൽ നമുക്കൊരു ഭയങ്കര ഒരു ആശ്വാസമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് കഴിക്കുന്നതാണെങ്കിൽ, നമുക്ക് നമ്മുടെ കൈവെള്ളം ഇട്ട് കഴിക്കുന്നതാണെങ്കിൽ അലിയിച്ചലിച്ച് നല്ല പതുക്കെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരിതാണ്. പിന്നെ ഇത് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ടേബിൾ സ്പൂൺ നമുക്ക് 2 നേരം വെറും വയറ്റിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ 10 വയസ്സിനുള്ള കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ 10 വയസ്സിനുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ഒന്നും നമുക്ക് അത് കൊടുക്കണമെന്നില്ല. നമ്മൾ കഴിക്കേണ്ട 3 മാസം കൃത്യമായിട്ട് തന്നെ ഈ ഒരു ആയുശ്വാസ് ഒരു പ്രൊഡക്റ്റ് കഴിക്കേണ്ടതാണ്. കാരണം അതെന്തുകൊണ്ടാണ് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ഒന്നും കൊടുക്കല്ലേ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ചുമയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഫം പറഞ്ഞു പോരും. അപ്പം ഗർഭിണികളിലാണെങ്കിലും മുലയൂട്ടുന്ന സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും നമ്മളിപ്പം
ഇപ്പോൾ പ്രസവം കഴിഞ്ഞ പാടുള്ള സമയത്ത് തന്നെ അവർക്ക് അധികം സ്ട്രെയിൻ എടുക്കാൻ പറ്റൂല. അപ്പം നമ്മൾ അധികം ചുമയും കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ അന്നേരം അവർക്ക് അങ്ങനെ ആ സമയത്ത് സ്ട്രെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ്. അല്ലാതെ അവർ പ്രൊഡക്റ്റ് കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ മറ്റ് പ്രശ്നങ്ങളോ അങ്ങനത്തെ ഇതൊന്നുമില്ല. പക്ഷെ ആ സമയത്ത് ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾക്ക് അധികം ചുമയ്ക്കുന്ന സമയത്ത് അവർക്ക് അധികം സ്ട്രെയിൻ എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ചെറിയ കുട്ടികൾക്ക് കഫം ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചുമച്ച് കഴിയുമ്പോൾ കഫം മൊത്തത്തിൽ പുറത്തു വന്ന് നമുക്കൊരു പേടിയും ടെൻഷനും കാണും. അതുകൊണ്ടാണ് നമുക്ക് ചെറിയ കുഞ്ഞുങ്ങൾ ഒരു വയസ്സ് 10 വയസ്സിന് മുകളിൽ മേലോട്ടുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് യാതൊരുവിധ പ്രശ്നമുണ്ട്. നമുക്ക് കഫം തുപ്പി പോരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് കൊടുക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്നുണ്ട് പലതരത്തിലുള്ള ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. നമുക്ക് ശ്വാസതടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നെഞ്ചുവേദനകളൊന്നും ഉണ്ടാകാതിരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരുടെ ശ്വാസമുട്ടലിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് തന്നെ ഉണ്ട് എത്ര ഗുണങ്ങളാണെന്നുള്ളത്. അപ്പം അത്രയും നല്ല നല്ല ഇൻഗ്രീഡിയൻസൂടെ ചേർന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു ഒരു ആവലേഹ്യം തന്നെയാണ് നമ്മുടെ ആയുശ്വാസ് എന്നുള്ളൊരിത്. അപ്പം നമ്മുടെ ആയുശ്വാസ് എന്നൊരു പ്രൊഡക്റ്റ് നമുക്ക് അതിൻ്റെ കൂടെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാം. കഫിനിൽ നമുക്ക് കൂട്ടത്തിൽ കഴിക്കാവുന്നതാണ്. അലർജിക്കൊക്കെ ഉള്ള പ്രശ്നങ്ങളുള്ളവർക്ക് നമുക്ക് കവചപ്രാശവും കഫ്നിലും നമ്മുടെ ആയുശ്വാസം കൂടെ കൂട്ടത്തിൽ കഴിക്കാവുന്നതാണ്. മറ്റ് യാതൊരു തരത്തിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു സൂപ്പർ ഒരു ഹെൽത്തി പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ആയുശ്വാസ് എന്നൊരു പ്രൊഡക്റ്റ്. അപ്പം ഇത്രയാണെന്ന് എനിക്ക് ആയുശ്വാസ് എന്നൊരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. താങ്ക് യു.